ഇൻഫോമീഡിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഉടൻ അവതരിപ്പിക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനകീയ പ്രഖ്യാപനങ്ങൾ നിറഞ്ഞതാകുമോ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സാധാരണക്കാരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട നിരവധി ക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ലഭിക്കുന്ന പെൻഷനിൽ കുറഞ്ഞത് 100 രൂപയെങ്കിലും വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. അതേസമയം പെൻഷൻ പ്രായം 58 ആക്കി ഉയർത്തണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഇത്തവണ സർക്കാർ അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണെന്നും സൂചനകളുണ്ട്. അതിനാൽ സർക്കാർ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആശ്വാസകരമായ തീരുമാനമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനങ്ങൾക്ക് കയ്യടി ലഭിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന സൂചനയും ശക്തമാണ്. കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നുമാണ് വിവരം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സംസ്ഥാനത്തെ സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പദ്ധതിയായിരിക്കും ഇതെന്ന് പ്രതീക്ഷ. ഇതിനൊപ്പം കോളേജ് വിദ്യാർത്ഥിനികൾക്കായി പ്രതിമാസം 1000 രൂപ വീതം വിതരണം ചെയ്യുന്ന പദ്ധതിയും ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സമീപനമായിരിക്കും സർക്കാരിൻ്റെതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നടപ്പാക്കിയ സാഹചര്യത്തിൽ KSRTCക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നതിനായി അധിക തുക ബജറ്റിൽ നീക്കിവെക്കുമെന്നും പ്രതീക്ഷ ഉയരുന്നുണ്ട്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ചില നിർണായക തീരുമാനങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതോടൊപ്പം മുൻകൂറായ ഒരു ഗഡുവെങ്കിലും അനുവദിക്കുമെന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതായാണ് വിവരം. എന്നാൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചാലും അത് ഉടൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. 10 വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പള പരിഷ്കരണം മതി എന്ന ശുപാർശ സർക്കാർ അംഗീകരിക്കുമെന്ന സൂചനകളുമുണ്ട്. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനായി മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതും ഭൂമിയുടെ ന്യായവില ഉയർത്തുന്നതും ിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം ഏറെ വിവാദമായ പെട്രോൾ സെസ് കുറയ്ക്കുമോ എന്ന കാര്യത്തിലും സർക്കാരിന്റെ നിലപാട് ബജറ്റിലൂടെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. വ്യവസായ മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ബജറ്റായിരിക്കും ഇതെന്ന് വിലയിരുത്തൽ. പുതിയ വ്യവസായ നയം പ്രഖ്യാപിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പും ഈ ബജറ്റിലൂടെ ഉണ്ടായേക്കും. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, IT മേഖല, ടൂറിസം, ഷിപ്പിംഗ്, വ്യോമയാനം തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തെ കേന്ദ്രീകരിച്ച് പുതിയ പദ്ധതികൾക്കും വ്യോമയാന ഹബ്ബ് രൂപീകരണത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന ലഭിച്ചേക്കും. വാണിജ്യ വ്യവസായ പ്രമുഖരുമായി മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയിൽ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനാൽ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ബജറ്റായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത വ്യവസായ മേഖലകൾക്കും സർക്കാർ കൈത്താങ്ങ് നൽകേണ്ട സാഹചര്യമാണുള്ളത്. തകർന്നു കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലും പ്രത്യേക ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. CAG റിപ്പോർട്ട് പ്രകാരം 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചേർന്ന് 18,026 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. ധവളപത്രത്തിലെ സ്വകാര്യവൽക്കരണ നിർദ്ദേശങ്ങളും പൊതുമേഖലാ ജീവനക്കാരിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും നിക്ഷേപകരുടെ താൽപര്യക്കുറവും സംസ്ഥാനത്തിന്റെ വികസനത്തിന് വെല്ലുവിളിയായി തുടരുകയാണ്. ഈ പ്രതിസന്ധികളെ സർക്കാർ എങ്ങനെ മറികടക്കണമെന്നതിനെ ആശ്രയിച്ചായിരിക്കും കേരളത്തിന്റെ ഭാവി വ്യവസായ വികസനം. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനപ്രതീക്ഷകൾ നിറവേറ്റുന്നതായിരിക്കുമോ, അതോ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം നിയന്ത്രിത പ്രഖ്യാപനങ്ങളിലേക്ക് മാത്രമാണോ ഒതുങ്ങുമോ എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുള്ള ഏത് പദ്ധതിയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.